സത്യങ്ങൾ പുറത്തു വരുന്നു. കെവിൻ എല്ലാ സത്യങ്ങളും ശാരികയോട് തുറന്നു പറയുന്നു. നന്ദന് ചെറിയൊരു കൈപ്പിഴവ് പറ്റിയതാണെന്നും ഇസബെല്ലയുമായുള്ള ബന്ധം വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നും നന്ദൻ വാദിക്കുന്നുണ്ടെങ്കിലും ശാരിക അത് ദേവികയെ അറിയിക്കുന്നു. ശേഷം നന്ദനോട് ദേഷ്യവുമായി ദേവിക ചന്ദ്രോത്തിലെത്തുന്നു. സിദ്ധാർത്ഥ് നന്ദനെ മർദ്ദിക്കുന്നുണ്ടെങ്കിലും പ്രഭാവതി തൻ്റെ മകനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ഋഷിയെ കൊന്നത് താനാണെന്ന സത്യം നന്ദൻ എല്ലാവർക്കും മുന്നിൽ തുറന്നു സമ്മതിക്കുന്നു. ഈ കുറ്റസമ്മതം കേട്ട് സിദ്ധാർത്ഥ് ഉൾപ്പെടെയുള്ളവർ തകർന്നു പോകുന്നു. ഇത്രയും കാലം തന്നെ വഞ്ചിച്ചതിന് നന്ദന് ശിക്ഷ വാങ്ങി നൽകുമെന്ന് ദേവിക ഉറപ്പിക്കുന്നു. ഇതിനു പിന്നാലെ ഇസബെല്ലയുടെ പാപ്പനായ ഐസക്കിനെ ദേവിക വിളിച്ചു വരുത്തുന്നതും തുടർന്ന് ഇസബെല്ലയും കെവിനും ഐസക്കും ഉൾപ്പെടെയുള്ളവർ സത്യം പുറത്തു വരുമോ എന്ന പേടിയിൽ കഴിയുന്നതുമാണ് ഈ വീഡിയോയുടെ അവസാനം. വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന സൂചനയോടെയാണ് വീഡിയോ അവസാനിക്കുന്നത്. തുടർന്ന് കാണൂ.